ഹായ്, ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അതായത് നമ്മളുടെ അട, അതായത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അടയാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, പൊട്ടിപ്പോകുന്നില്ല. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം വേണം. നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പിലോട്ട് ഈ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ഒഴിക്കുമ്പോൾ ജസ്റ്റ് അതൊന്ന് പൊന്തി നിൽക്കത്തക്ക രീതിയിൽ മാത്രമാണ് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഒരു 3-4 ശർക്കര ഒന്ന് പാനിയാക്കാൻ വയ്ക്കാം. 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ നുറുക്ക് ഗോതമ്പ് ഒന്ന് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അധികം വേണ്ട. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളം ചേർത്തിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഓൾറെഡി വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളമില്ലാതെ ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനിയാണ് നമുക്ക് ഇതിന് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു കുറച്ച് ഗ്രിപ്പ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് നമ്മളെ അടയ്ക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു നേന്ത്രപ്പഴം എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഈ നെയ്യിൽ കിടന്നിട്ട് അലിയണം. അതൊക്കെയാണ് നമ്മുടെ ഈ അടയുടെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പ് ടേസ്റ്റാണ്. അപ്പം നമ്മൾക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി അട കിട്ടും. അതായത് ഈ നെയ്യിൽ ഇത് നന്നായി അലിയ തന്നെ വേണം ഈ പഴം. ഏകദേശം ഇവിടെ പഴമൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് അത്യാവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു തേങ്ങയുടെ ഒരു 1/4 ഭാഗമാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലെ ശർക്കര പാനിയിലെ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് സിമ്മിലിട്ടാൽ മതി. അപ്പം നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഫില്ലിങ് കിട്ടും. നമുക്ക് ഈ സമയം കുറച്ച് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകം അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചുക്കും അതേപോലെ തന്നെ ഏലക്കായയുടെയും പൊടി ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ 2 കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ പൊടിച്ച് വെച്ചുള്ളതാണ്. അത് 1 ടേബിൾ സ്പൂണോളം 2 കൂടി മിക്സ് ചെയ്തുള്ളതാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ്ങിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ മാവ് എടുത്ത് വയ്ക്കാം. മാവിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്കിത് ഒന്ന് കൈകൊണ്ട് പരത്താനായിട്ട് നല്ലത് നമുക്കൊന്ന് സ്പൂണ് വെച്ച് പരത്തുന്നതാണ്. എന്നിട്ട് ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഇതായിട്ട് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റോളം ആവി കയറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾക്ക് പൊട്ടുന്നുള്ള ഭയമൊന്നും വേണ്ട, പൊട്ടൊന്നുമില്ല. നല്ല സൂപ്പർ അടയണ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഫില്ലിങ്ങും ആ നെയ്യിൽ വരട്ടിയിട്ടുള്ള ഫില്ലിങ്ങൊക്കെ കഴിച്ചിട്ടുള്ള അട കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.